എല്ലാവർക്കും ഒരു ഉച്ച നമസ്കാരം. പിന്നെ ഈ പൂവിൻ്റെയൊക്കെ ആവശ്യം എപ്പോഴാണെന്നറിയോ? ഇനിയിപ്പോൾ അത്തം ഇടണമല്ലോ, ഓണത്തിന് നമുക്ക് അത്തം ഇടണ്ടേ. അത്തം ഇടുമ്പോൾ ഈ പൂവിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് കേട്ടോ. നമുക്ക് ഈ മൊട്ടും പറിച്ച് വയ്ക്കാം, ഒരു പൂവിന് വേണ്ടിയിട്ട് മൊട്ടും വയ്ക്കാം, ഒരു പൂവിന് പൂത്തതും വയ്ക്കാം, പൂത്ത് നിൽക്കുന്നതും വയ്ക്കാം. കുഞ്ഞു പൂവ് ഞാനങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ അത്തം ഇടാനൊന്നും ആരുമില്ല. ഞാനേ രണ്ടെന്നറിയാലോ, മാതളമാണ്. ഇന്നാൾ 2-3 കാശ് നിന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പൂത്ത് മുട്ട് വന്ന് നിൽക്കുന്നുണ്ട് മാതളത്തിൻ്റെ ഒക്കെ എന്തോ വിലയല്ലേ. പക്ഷേ നമുക്ക് വീട്ടിലൊന്നും നട്ടങ്ങനെ ശരിക്കും കാച്ച് പറിക്കാൻ പറ്റില്ല. പേരയ്ക്ക വീണ് കിടക്കുന്നു, കേടായിട്ടാണ് വീഴുന്നത് കേട്ടോ. ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഞാൻ പുളി പിറക്കാൻ പോകുന്ന പുളിയുണ്ടോ, തീർന്നു, എല്ലാം കഴിഞ്ഞു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു, നല്ല മുട്ടനായിട്ട് വിളഞ്ഞു നിൽക്കുന്നതായി, നല്ല വിളഞ്ഞിട്ടോ. പുളി പറക്കുന്നു. ഇവിടെ കുറേ പുളി കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കിടക്കുന്നു, പറക്കി കവറിലിടാം. ഇന്നത്തെ പുളി എനിക്ക് കൊണ്ടുപോകാൻ. ഇന്നത്തെ പുളി കഴിഞ്ഞൊരു ദിവസം കുറേ കൊണ്ടുപോയായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു ദിവസം കുറേ കൊണ്ടുപോയി ഉണക്കി വെച്ചു. ഞാൻ എങ്ങനെ ഉണക്കിയെന്നറിയോ? ഇത് നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഉണ്ടല്ലോ, അടുക്കളയുടെ അവിടെ, അടുപ്പിൻ്റെ അവിടെ കൊരുത്ത് വെച്ച്, ഈർക്കിലയിൽ കൊരുത്ത് വെച്ചിട്ട് പിന്നെ എടുത്തൊരു തുണിയിൽ കെട്ടി, മോള് പറഞ്ഞമ്മ തുണി കെട്ടി തൂക്കിയിട്ടാൽ മതിയെന്ന്. അപ്പോൾ എന്നും നമ്മൾ എടുക്കും പിടിക്കുകയും വേണ്ട. അങ്ങനെ ഉണങ്ങി നല്ലതായി കിട്ടി കേട്ടോ. കേട്ടോ, പുളി കിടക്കുന്നൊരു വീഡിയോ കുറേ ഉണ്ട്. പക്ഷെ വലുതൊക്കെ തീർന്നു കേട്ടോ. ഒരുപാടല്ല, വലുതായിരുന്നു. പുളിമരം കണ്ടോ, പുളിമരം. ചൂട് വെള്ളം ഇച്ചിരി വാടിപ്പോയതാണേ, നല്ല തിളച്ചതല്ല. അപ്പോൾ തൊണ്ട ഒരുമാതിരി കാറല് പോലെ. തൊണ്ടയൊരു കാറല് പോലെ. തോണ്ടല്ല, അങ്ങ് താഴെ തോടാണ് കേട്ടോ. അവിടെ തോട് വെള്ളം പോകുന്നുണ്ടോ, കാണാമോ? ഉണ്ട്, അവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പുലി പറക്കുന്നു, അങ്ങനെ പുലി പറക്കുന്നു, അങ്ങനെ പുലി പറക്കുന്നു. പുലി 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 ഇതാ കിടക്കുന്ന പുലി ഇതാ കിടക്കുന്ന പുലിതാ കിടക്കുന്നു, പുലിതാ. തീർന്നു കേട്ടോ. തീർന്നു. എണ്ണച്ച് കേടായി പോയായിരുന്നു. ഒരെണ്ണം കിടക്കുന്നു കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. ഇതിൽ പോയി എടുക്കാം. താഴെ കിടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ കിടക്കുന്നു. ഇവിടെയൊക്കെ പോയി എടുക്കാനും പറ്റില്ല. കുറേ കിട്ടി കേട്ടോ, കുറേ കിട്ടി. അപ്പുറത്തൊരെണ്ണം കിടക്കുന്ന എടുക്കാം. ചെറുതൊരു പുളി. അപ്പോൾ പിന്നെ ശരി, ടാറ്റ.
ഇവിടുത്തെ തണലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ഊഞ്ഞാലാടാൻ കൊതിയാവുന്നു കേട്ടോ. ഊഞ്ഞാലാടാൻ കൊതിയാവുന്നു. നല്ല തണലും നല്ല കാറ്റും. അങ്ങനെ എനിക്ക് ഊഞ്ഞാലാടാൻ തോന്നുന്നു. ഊഞ്ഞാൽ കെട്ടി ആടാൻ കൊതിയാവുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വർക്കലയായിരുന്നു നിന്നത് കേട്ടോ. അപ്പോൾ വർക്കല വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് അവിടെ വലിയൊരു വക്കത്താണ് വക്കം. അവിടെ തെങ്ങയിൽ ഞാൻ ഊഞ്ഞാലാടിയത് ഞാനിങ്ങനെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 തെങ്ങയിലും കൂടെ കെട്ടിയിട്ട് ഭയങ്കര ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആടി കൊതി തീരെ. അങ്ങനെ ഇവിടെ ഇത് ഈ മൂട്ടിൽ വന്നപ്പോഴേ, പുളിയുടെ മൂട്ടിൽ വന്നപ്പോൾ നല്ലൊരു തണുപ്പും നല്ലൊരു കാലാവസ്ഥ. ഊഞ്ഞാലാടുന്നൊരു സുഖം തോന്നി. ഓണം എത്തിയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പിന്നെ ശരി, ടാറ്റാ. അപ്പം പിന്നെ ശരി, ടാറ്റാ. അപ്പം പിന്നെ ശരി, ടാറ്റാ.